അറിവുള്ള ഒരു വ്യക്തിക്ക് താൻ ആഗ്രഹിക്കുന്ന വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനും സംസാരിക്കാനും കഴിയും എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ വേദി. വെൽക്കം ടു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ലക്ഷ്യ അശ്വമേധം. ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു അവർ ജൂറി ശ്രീ ജോ ആന്റണി. നമസ്കാരം സർ. നമസ്കാരം. ഇനി നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ സ്വന്തം ഗ്രാൻഡ് മാസ്റ്റർ ഡോക്ടർ GS പ്രദീപ്. ഭൂവിഭാഗത്തിൻ്റെ വലിപ്പക്കുറവ് കൊണ്ടോ ന്യൂനപക്ഷ ജനത താമസിക്കുന്നു എന്നതുകൊണ്ടോ ആളുകളുടെ എണ്ണം അത്ര കണ്ട് വലുതല്ല എന്നതുകൊണ്ടോ ഭാഷാശൈലിയിൽ വ്യത്യാസമുണ്ട് എന്നതുകൊണ്ടോ ഒരു നാടും ഒരു ജനതയും ഒരു വർഗവും മറ്റുള്ളവരിൽ നിന്ന് ചെറുതാകുന്നില്ല. മോചനം എന്നത് എല്ലാ കാലത്തും സമരങ്ങളിലൂടെയും യുദ്ധങ്ങളിലൂടെയും മാത്രമല്ല, കൃത്യമായ ഒത്തുചേരലിലൂടെ സമരസപ്പെടലുകളിലൂടെ കൂടി സാധ്യമാകുന്നതാണ്. അതുകൊണ്ട് തന്നെ ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികളെയും പോലെ ഞാനും എപ്പോഴും ആഹ്ലാദത്തോടെയും അഭിമാനത്തോടെയും ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന ആ സ്ഥലത്തിനോട് ഐക്യദാർഢ്യപ്പെടുക തന്നെ ചെയ്യണം, ആ നാടിനോടും ആ നാട്ടിലെ ജനതയോടും. സേവ് ലക്ഷദ്വീപ് ആൻഡ് ബി വിത്ത് ലക്ഷദ്വീപ്. സ്വാഗതം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോമേഴ്സ് ലക്ഷ്യ അശ്വമേധം. ഈ ദിവസത്തെ മത്സരാർത്ഥി അതിഥി ലക്ഷദ്വീപുകാരിയാണ്. അതിനോടൊപ്പം തന്നെ വ്യത്യസ്ത സ്വഭാവമുള്ള വൈദ്യശാസ്ത്ര വിഭാഗങ്ങളിൽ തൻ്റെ പാടവവും പാണ്ഡിത്യവും പ്രകടിപ്പിക്കുകയും കേരളത്തിൽ പലയിടങ്ങളിൽ അതിൻ്റെ ചികിത്സാ രീതികൾ മറ്റുള്ളവർക്ക് ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നു. സറീന ജാസ്മിനെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ ഇനിയും അറിയാനുണ്ട്, നമുക്ക് നേരിട്ടറിയാം. ലക്ഷദ്വീപിൽ നിന്നും അശ്വമേധത്തിലേക്ക് എത്തുന്നു സറീന ജാസ്മിൻ. വാക്ക് ഇൻ പ്ലീസ്. ആദ്യമേ ദ്വീപ് നിവാസികളോടുള്ള ഞങ്ങളുടെ അഭിവാദ്യങ്ങൾ താങ്ക് യു സോ മച്ച് സറീനയിലൂടെ അവരെ അറിയിക്കുന്നു. എനിക്ക് തോന്നുന്നു ശ്രീ ജോ ആന്റണിയൊക്കെ പലവട്ടം അല്ലേ ലക്ഷദ്വീപിൽ? നല്ലൊരു കോമൺ ഫ്രണ്ട്. ഞാനിപ്പോൾ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ സാറിനോട് എൻ്റെ ഒരു കസിൻ തന്നെ സാറിൻ്റെ ഫ്രണ്ടാന്ന് പറഞ്ഞിരുന്നു. എനിക്കും പലകുറി ക്ഷണം ലക്ഷദ്വീപിലേക്ക് കിട്ടിയിരുന്നു പ്രോഗ്രാമുകൾക്കാണ്. പലപ്പോഴും ക്ഷണം കിട്ടിയെങ്കിലും ഒരിക്കലും വരാൻ കഴിഞ്ഞില്ല. വരാൻ കഴിയട്ടെ പെട്ടെന്ന്. തീർച്ചയായിട്ടും. പക്ഷേ സറീന ഔദ്യോഗിക കാര്യങ്ങളുമായും കുടുംബവുമായും ഒക്കെ ബന്ധപ്പെട്ട് കേരളത്തിൽ ഉണ്ട്. തലശ്ശേരിയിലൊക്കെ ബ്രാഞ്ച് ഉണ്ട്. അതെ അതെ അതെ. സറീനയുടെ പ്രൊഫഷനെ കുറിച്ച് പറയും. ഞാൻ ആക്ച്വലി പ്രാക്ടീസ് ചെയ്യുന്നത് ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻ ആണ്. അപ്പോൾ ചൈനീസ് മെഡിസിനാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അതിൽ മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ട്രഡീഷണൽ അക്യുപഞ്ചറാണ്, അതായത് ചൈനീസ് അക്യുപഞ്ചർ. അപ്പോൾ അക്യുപഞ്ചറിൽ ന്യൂറോ അക്യുപഞ്ചറിലാണ് ഞാൻ ഫോക്കസ് ചെയ്ത് ചെയ്യുന്നത്. അതിൽ കുറേ കൂടി ഓട്ടിസ്റ്റിക്, അതുപോലെ സെറിബ്രൽ പാലസി, പാർക്കിൻസൺസ് പോലെയുള്ള ആൾക്കാർക്ക് ന്യൂറോ അക്യുപഞ്ചർ, ബ്രെയിൻ മാപ്പിംഗ് സിസ്റ്റം എന്ന് പറയും, അതാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. കൂടുതലും ഈ ക്രോണിക് ആയിട്ടുള്ള കേസസ്, കുറേ ആൾക്കാരൊക്കെ ഇനി ട്രീറ്റ്മെൻ്റ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് വരുന്ന കേസസ് നമുക്ക് കുറേ കൂടി നല്ല രീതിയിൽ ട്രീറ്റ്മെൻറ്റ് കിട്ടി അവർ തീരെ നടക്കാത്ത ആൾക്കാരൊക്കെ നടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന സാറ്റിസ്ഫാക്ഷൻ, അതിന് ഞാൻ ഭയങ്കര അഡിക്റ്റഡ് ആണ്. ഒരു റൂബിൻ്റെ പുസ്തകമാണോ എന്നറിയില്ല, ഏതോ ഒരു നോവലിലാണ് അതിൽ ഈ അക്യൂപങ്ചറിനെ കുറിച്ച് ഒരു കഥാപാത്രം പറയുന്നുണ്ട്, ഇനി നീ ചീന സൂചിയുടെ കുത്തിവയ്പ് നോക്കാത്തത് എന്നാണ്. നീഡിൽ ട്രീറ്റ്മെന്റ്, ചീന സൂചിയുടെ കുത്തിവയ്പ് നോക്കാത്തത് എന്നാണ് അക്യൂപങ്ചറിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ സറീന, ഹസ്ബൻഡ് കേരളമാണ്. ഞാൻ കേരളത്തിന്റെ നല്ലൊരു മരുമകളാണ്. ആലുവയിലാണ്. ആലുവയിലാണ്. എനിക്ക് തോന്നുന്നു ലക്ഷദ്വീപിൽ നിന്ന് ഒരുപാട് മത്സ്യങ്ങൾ വിദേശ രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ? കയറ്റുമതി ചെയ്യുന്നുണ്ട്. ട്യൂണ ഡ്രൈ ആയിട്ടും ഒക്കെ ആയിട്ട് ടിന്നൊക്കെ ആയിട്ട് പോവാറുണ്ട്. പിന്നെ ഒരുപാട് കലാകാരന്മാർ അവിടെ വന്ന് പോകാറുണ്ട്. അതെ അതെ. സിനിമകളുണ്ട്. അനാർക്കലിയൊക്കെ അവിടെയാണ് ഷൂട്ട് ചെയ്തത്. പക്ഷേ ലക്ഷദ്വീപിന്റെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി വല്ലാത്ത മുറിവുകളും വേദനകളും ഒക്കെ ഉണ്ടാവുന്നു. അതെ അതെ അതെ. പക്ഷെ അതിനൊക്കെ നമ്മൾ ഓവർകം ചെയ്ത് പോകുന്നു. നമ്മുടെ തനതായിട്ടുള്ള ലക്ഷദ്വീപിൻ്റെ ആ ഒരു മണ്ണിനെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമായതുകൊണ്ട് നമ്മളതിൻ്റെ നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. പിന്നെ നല്ല ജനങ്ങളാണല്ലോ സാർ, അതുകൊണ്ട് ദൈവം തമ്പുരാൻ കൈവിടില്ല എന്നുള്ള വിശ്വാസത്തിൽ പോകുന്നു. ലക്ഷദ്വീപിലെ ആളുകളുടെ സംസാര ശൈലിയും അവരുടെ ഭാഷാ രീതിയും ഒക്കെ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അതൊരു ഈ പറഞ്ഞ സ്ലാങ് ഡിഫറെൻ്റ് ആണെന്നൊക്കെ പറയാമെങ്കിലും അത് കേൾക്കുമ്പോൾ ഒരു നിഷ്കളങ്കതയുടെ ഒരു വലിയ കടൽ അനുഭവപ്പെടും. നിഷ്കളങ്കരാണ് എല്ലാവരും, അതുകൊണ്ട് പെട്ടെന്ന് പറ്റിക്കപ്പെടും എന്ന് കേരളത്തിൽ വന്നപ്പോൾ പലപ്പോഴും ചില അനുഭവങ്ങൾ. പക്ഷേ ലക്ഷദ്വീപിൽ നിന്ന് കാറുകളൊന്നും മോഷണം പോവില്ല അല്ലേ? ഒന്നും മോഷണം പോവില്ല. കാറുകൾ അല്ല, എവിടെയും കൊണ്ടുപോകാനും ഇല്ല. പിന്നെ വാതിലൊക്കെ തുറന്നിട്ടിട്ടാണ് എല്ലാവരും എവിടെയെങ്കിലുമൊക്കെ പോകുന്നതും കടന്നുറങ്ങുന്നത് വരെ. അങ്ങനെയാണ്. കള്ളന്മാരൊന്നുമില്ല, പോലീസ് സ്റ്റേഷനിലും വേറെ പണിയൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല.
അശ്വമേധം കാണാറുണ്ടായിരുന്നു? കാണാറുണ്ട്, പിന്നെ തീർച്ചയായിട്ടും. നമ്മളൊക്കെ അവിടെ കുറേ പേരുണ്ട് ഇതിൻ്റെ ഫാനൊക്കെ ആയിട്ട്. സാറിന് ഒരുപാട് ഫാൻസ് ഉണ്ട് അവിടെ. ഞാനിത് ഇങ്ങനെ പോകുകയാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒത്തിരി പേര് പറഞ്ഞു ഞങ്ങളുടെ അന്വേഷണം പറയണം എന്നൊക്കെ ഉള്ളത്. അത് പിന്നെ ലക്ഷദ്വീപിൻ്റെ അഭിമാനം കാത്ത് സംരക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് വിട്ടത്. പിന്നെ എൻ്റെ നോളജ് എത്രമാത്രം ഉണ്ടെന്നുള്ളത് എനിക്കറിയില്ല. ജനറലൊക്കെ കുറച്ച് വീക്കാണ്, അപ്പോൾ കുറച്ച് എക്സൈറ്റഡ് ആണ്. ലക്ഷദ്വീപിൽ നിന്ന് വന്ന ഒരാളിനോട് ഞാൻ ഒരു കാര്യം എന്തായാലും പറയാം. ആദ്യ സെഗ്മെൻറ്റിൽ താങ്കൾ ഭയപ്പെടേണ്ട. കാരണം ഒരുപക്ഷെ ആദ്യ 4 സൂചനകളിൽ ഉത്തരത്തിലെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ 5ാമത്തെ സൂചന ആളിൻ്റെ ചിത്രം തന്നെയായിരിക്കും. പിന്നെ ആ ചിത്രം കണ്ടാൽ തിരിച്ചറിയാതിരിക്കില്ല എന്ന് നമുക്ക് ഉറപ്പാണ്. കാരണം എന്താ, എല്ലാവർക്കും അറിയാവുന്ന ആളുകളെക്കുറിച്ച് മാത്രമല്ലേ സൂചന. സറീൻ, പരിചയപ്പെട്ടതിലേറെ സന്തോഷം. ഹസ്ബൻഡിനെ കുറിച്ച് പറഞ്ഞില്ല അധികം. ഹസ്ബൻഡ് മുഹമ്മദ് റഷീദ് എന്നാണ്. എനിക്കൊരു മകനുണ്ട്, മുഹമ്മദ് റൈഹാൻ. ഇപ്പോൾ 13 വയസ്സായി. അപ്പോൾ ഹസ്ബൻഡാണ് ഞാനിവിടെ ഇരിക്കുന്നതിൻ്റെ ബിഹൈൻഡ് എന്ന് പറയുന്ന അദ്ദേഹം തന്നെയാണ്. A to Z ഇതിൻ്റെ ഇപ്പോൾ കോർഡിനേഷനും ഒക്കെ ഇങ്ങനെ വരാനും ഒക്കെ അദ്ദേഹമാണ്. പിന്നെ എൻ്റെ പ്രൊഫഷണൽ ഞാൻ ആലുവയില മുപ്പത്തടം. പ്രിയങ്കരിയായ ഈ അക്യുപങ്ചർ പ്രാക്ടീഷണർ സറീനും ഒരുമിച്ച് ആദ്യ മേഖലയിലേക്ക് കം. ലെറ്റ്സ് പ്ലേ ബി ദ ഗ്രാൻഡ് മാസ്റ്റർ. വളരെ പ്രശസ്തനായ എന്നാൽ ഈ രാജ്യത്തെ എല്ലാവർക്കും അറിയാവുന്ന ആ പേരിൻ്റെ ഉടമയെക്കുറിച്ചുള്ള ആദ്യ സൂചന. 1884 ഡിസംബർ 3 ജനിച്ച ഇദ്ദേഹം 1963 ലീപ്പ് ഇയറിൻ്റെ ഫെബ്രുവരി 28 അദ്ദേഹം മരിക്കുന്നത്. 63 ലീപ്പ് ഇയർ അല്ല. ലക്ഷദ്വീപുകാർക്കും കാശ്മീരുകാർക്കും മധ്യപ്രദേശുകാർക്കും തമിഴ്നാട്ടുകാർക്കും എല്ലാം ഒരുപോലെ തന്നെയാണ് അദ്ദേഹം. 2ാമത്തെ സൂചനയിലേക്ക് കടക്കാം. ഇന്ത്യ ഡിവൈഡഡ്, ഈ പുസ്തകം എഴുതിയത് അദ്ദേഹമാണ്. അടുത്ത സൂചനയിലേക്ക് പോട്ടെ. സിൻസ് ഇൻഡിപെൻഡൻസ്, അത് അദ്ദേഹത്തിൻ്റെ വളരെ പ്രാധാന്യമുള്ള മറ്റൊരു പുസ്തകമാണ്. സിൻസ് ഇൻഡിപെൻഡൻസ്. കുറച്ചുകൂടി രസകരമായ ഒരു 4ാമത്തെ സൂചന തരാം. അദ്ദേഹം ആരായിരുന്നു എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ഹി വാസ് ദ ഫസ്റ്റ് ടു ബി ദ ഫസ്റ്റ്. ഹി വാസ് ദ ഫസ്റ്റ് ടു ബി ദ ഫസ്റ്റ്. ഒന്നാമനായ ആദ്യത്തെ ആൾ എന്നാകും അതിന് നല്ല മലയാളം. ഒന്നാമനായ ആദ്യത്തെ ആളാണ് അദ്ദേഹം. ആളിനെ കാണണോ? 5ാമത്തെ സൂചന പറയൂ. രാജേന്ദ്ര പ്രസാദ്. ശരിയായ ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. അപ്പോൾ ദ്വീപുകാരുടെ മാനം കാത്തുകൊണ്ട് അശ്വമേധത്തിൻ്റെ അരങ്ങിലേക്ക്. താങ്ക് യു സോ മച്ച്. അനീഷ വരൂ. അപ്പോൾ സർ, ഇസ് ഇറ്റ് അപ്രൂവ്ഡ്? അപ്രൂവ്ഡ്. ആദ്യ മേഖലയിലേക്ക് യാഗം. ഒന്നാമത്തെ ചോദ്യം അത് തന്നെ ആയിക്കോട്ടെ. സറീന വിചാരിച്ച വ്യക്തി ലക്ഷദ്വീപിൽ നിന്നുള്ള ഒരാളാണ്? അല്ല. ഇന്ത്യൻ ആണ്? മലയാളി? അല്ല. പുരുഷൻ? അല്ല. ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. 1950 ശേഷമാണോ മരണം? അതെ. 1980 ശേഷം? അതെ. അല്ല, 2000 ശേഷം. തെറ്റിപ്പോയി. 1900 എന്നല്ലേ ചോദിച്ചത്? അല്ല. അപ്പൊ അത് മുതൽ ഞാൻ തുടങ്ങണം അങ്ങനെയാണെങ്കിൽ. 1950 ശേഷം അല്ല. അതിനും അല്ലെന്നാണോ? ഞാനിങ്ങനെ ഒരു അതേ ആയല്ലോ എന്ന് കരുതിയിരിക്കുക. 1950 മുമ്പേ മരിച്ചു. 1900 ശേഷം അല്ല, അതിനു മുമ്പേ മരിച്ചു. പിന്നെന്താ കൺഫ്യൂഷൻ വന്നേ? അത് പെട്ടെന്ന് 1900 എന്ന് പറഞ്ഞു നമ്പർ ചിലർക്ക് മലയാളത്തിൽ പറയാൻ പ്രശ്നമുണ്ട്. 1800 ശേഷം? അതെ ആണ്. 19ാം നൂറ്റാണ്ടിലാണ്. തീരെ പൗരാണികമായ പേരൊന്നും അല്ല. 19ാം നൂറ്റാണ്ടിന് ശേഷം, 19th century. സാധാരണഗതിയിലാണോ മരണം? അതെ. 10 ചോദ്യങ്ങൾ യജ്ഞം.
രാഷ്ട്രീയം എന്നത് ആ 19th സെഞ്ച്വറി എന്ന് പറഞ്ഞത് കൊണ്ടൊന്ന് വിശദീകരിക്കാം. രാഷ്ട്രീയം എന്നതിൽ ഭരണാധികാരി, അത് രാജാവ്, റോയൽ പേഴ്സണാലിറ്റികളും പോരാളികളുമൊക്കെ അതിലുൾപ്പെടും. സ്വാതന്ത്ര്യ സമര പോരാളികൾ, ഇതൊക്കെ രാഷ്ട്രീയത്തിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ രാഷ്ട്രീയം, കല, സാഹിത്യം ഇതിലൊന്നാണോ പ്രധാനം? അല്ല. 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 ഓ, മതപരം, ആധ്യാത്മികം? അല്ല. സാമൂഹ്യ പ്രവർത്തനം? സാമൂഹ്യ പ്രവർത്തനം കൂടിയുണ്ട്. സോഷ്യൽ ആക്ടിവിസം? ഇവിടെ സാമൂഹ്യ പ്രോമിനന്റ് മേഖല അതല്ല. അല്ലല്ല. അല്ല. അല്ല. ബന്ധുക്കൾ ആരെങ്കിലും പ്രശസ്തരായിരുന്നു? അല്ല. പ്രശസ്തരായവരുണ്ട്, പക്ഷേ ഉണ്ട്. പക്ഷേ അല്ല, ഈ വ്യക്തിയേക്കാൾ അല്ല. അല്ല, പ്രശസ്തരൊക്കെ ഉണ്ട്. ഞാൻ ചോദിക്കുന്നത് സാർ, relevant. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. മഹാത്മാ ജ്യോതിബ ഫൂലെയും സാവിത്രി ഫൂലെയും പ്രശസ്തരാണ്. അപ്പോൾ അതത്ര കണ്ട് കണക്റ്റഡായ ഫെയിമാണ്. അങ്ങനെ ഒരു കണക്റ്റഡ് ഫെയിമാണോ ഇവർക്കുള്ളത്? അതുവഴിയുള്ള അതാണോ കാരണം എന്നാണ് ചോദിക്കുന്നത്. അല്ല. 19ാം നൂറ്റാണ്ടിലെ സ്ത്രീ എന്ന് പറഞ്ഞപ്പോഴാണ് അങ്ങനെ ചോദിച്ചത്. ഒരു സംഭവം വഴിയുള്ള പ്രശസ്തി, ഇൻസിഡൻ്റൽ, ഒരു പർട്ടിക്കുലർ കാര്യം വഴിയുള്ള പ്രശസ്തിയാണ്? അല്ല. അതും ഒരു ഘടകമാണ്. അല്ല, ഈ വ്യക്തിയുടെ പ്രധാന പ്രശസ്തിക്ക് കാരണം ഒരു പ്രത്യേക കാര്യമാണ്. ഒരു പ്രത്യേക കാര്യം തന്നെയാണ്. ആണോ? ആണ്. അതൊരു നെഗറ്റീവ് റീസൺ ആണോ? മോശമായൊരു കാര്യമാണോ? അല്ല. നല്ല കാര്യം. അല്ല. ഒരു ക്രൈമാണോ എന്നാണ് ചോദ്യം. അല്ല. രാജസൂയം? സംഭവം, നല്ല സംഭവം. ഒരു അച്ചീവ്മെൻ്റ് ആണോ അത്? ഏറെക്കുറെ എന്ന് പറയാൻ വേണമെങ്കിൽ ദ ഫസ്റ്റ് എന്ന് പറയാവുന്ന? യെസ്. Any connection with your profession? Yes. ബംഗാളിയാണ്? Yes. അവിടെ ഒരു ബംഗാളി. അങ്ങനെ നമുക്ക് പറയാൻ സാധിക്കില്ല. അത് ബംഗാളി എന്ന് പറയാൻ പറ്റില്ല, നോർത്ത് ഇന്ത്യൻ എന്നുള്ള രീതിയിൽ അത്രേ ഉള്ളൂ. ദ ഫസ്റ്റ് എന്ന് പറയാവുന്ന ഒന്നാണോ ആണ്? നിങ്ങൾ വിചാരിച്ച വ്യക്തിയുടെ വിരലടയാളം, ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഡോക്ടറായ കാദംബിനി ഗാംഗുലിയുടെ വിരലടയാളവും ഒന്ന് തന്നെയല്ലേ? അതെനിക്ക് കൺഫ്യൂഷൻ ഉണ്ട്. അത് മീൻസ് വിരലടയാളം ഒന്ന് തന്നെയല്ലേ എന്ന് വെച്ചാൽ കൺഫ്യൂഷൻ എന്തിനാ? അതല്ല. അതെ, ബംഗാളിയാണെന്ന സംശയം എന്തിനാ സാർ? അല്ല, ആ പേര് കാദംബിനി ഗാംഗുലി, the first Indian woman doctor. No. No sir. അപ്പൊ പിന്നെ വിരലടയാളം അത് മാറിപ്പോയത്. വിരലടയാളം ഒന്നാകുന്ന അവരവരുടെ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ കാദംബിനി ഗാംഗുലി അല്ല മനസ്സിലായി. ഞാൻ താങ്കളോട് ചോദിച്ചത് താങ്കളുടെ പ്രൊഫഷനുമായി ബന്ധമുള്ളത് തന്നെയാണ്. അതാണ് താനും. താങ്കളുടെ പ്രൊഫഷൻ മെഡിക്കൽ പ്രൊഫഷൻ? അതെ, അത് തന്നെയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഡോക്ടറായ കാദംബിനി ഗാംഗുലിയുടെ പേരാണോ മനസ്സിലെന്നാണ് ഞാൻ ചോദിച്ചത്. അല്ല. അപ്പോൾ താങ്കൾ വിചാരിച്ച വ്യക്തിയുടെ പ്രൊഫഷൻ ഡോക്ടർ, മെഡിക്കൽ സയൻസ് അല്ല? അതെ. ദ ഫസ്റ്റ് എന്ന് പറയാവുന്നത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതേന്നല്ലേ പറഞ്ഞത്? അതെ. ഓ, ഡെത്ത് ബിഫോർ 1900 എന്നാ പറഞ്ഞല്ലേ? അല്ലേ? അതെ. അത് കൊള്ളാം സർ. അത് ഞാൻ ചോദിച്ച ചോദ്യം ഞാനിപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്നു സർ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഡോക്ടർ എന്നാണ് ഞാൻ ചോദിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ മെഡിക്കൽ ബിരുദധാരി എന്നല്ല ഞാൻ ചോദിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പ്രാക്ടീസിങ് ഡോക്ടറാണോ എന്നാണ് ഞാൻ ചോദിച്ചത്. ആ പ്രാക്ടീസിങ് എന്നുള്ള വാക്ക് ഡോക്ടർ എന്ന് പറയുമ്പോൾ അവിടെ ഒരു കറക്ഷൻ്റെ ആവശ്യമുണ്ടായിരുന്നു. വെരി ഗുഡ്. അതൊരു ഗംഭീര സെലക്ഷൻ. അത് ബംഗാളിയല്ല. നോർത്ത് ഇന്ത്യൻ. ബംഗാളി, മറാത്തി. ബംഗാളിയല്ല. അത് കൊള്ളാം കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ IAS ഓഫീസർ എന്ന അന്ന മൽഹോത്രയെയും വനിതാ ചീഫ് എഞ്ചിനീയർ എന്ന് PK ത്രേസിയെയും ഒക്കെ പറയുന്നത് പോലെ വനിതാ ഡോക്ടർ എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ
ദ ഫസ്റ്റ് വുമൻ ഡോക്ടർ എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ കാദംബിനി ഗാംഗുലിയാണ്. പക്ഷേ ആ കാലഘട്ടത്തിൽ കാദംബരി ഗാംഗുലിയോടൊപ്പം അവർ 2 പേരാണ്, 2 സ്ത്രീകളാണ് ഒരുമിച്ച് മെഡിക്കൽ ബിരുദം നേടുന്നത്. പക്ഷേ കാദംബരി ഗാംഗുലി ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഡോക്ടറായതിന് പിന്നിലെ കാരണം എന്ന് പറയുന്നത് അവരോടൊപ്പം അല്ലെങ്കിൽ മെഡിക്കൽ ബിരുദം നേടിയ മറ്റേ സ്ത്രീ വളരെ ചെറിയ പ്രായത്തിൽ ഏർലി 20s തന്നെ മരിച്ചു പോവുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഒരു ചികിത്സക എന്ന രീതിയിൽ മാറാൻ കഴിയാത്തത് കൊണ്ടാണ് കാദംബിനി ഗാംഗുലിയെ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഡോക്ടർ എന്ന് വിളിക്കുന്നത്. പക്ഷേ ഈ ചോദ്യത്തിലേക്ക് ഒരുപക്ഷെ താങ്കൾ ഈ പേര് മനസ്സിൽ വിചാരിച്ചിരുന്നുവെങ്കിൽ, ആദ്യകാല സീസണിലെ അശ്വമേധത്തിലായിരുന്നുവെങ്കിൽ താങ്കൾക്കിതിൽ വിജയിക്കാൻ ഉറപ്പായും കഴിയുമായിരുന്നു. കാരണം എന്നിൽ ഈ അന്നത്തെ കുറച്ചുകൂടിയുള്ള ചെറുപ്പത്തിൻ്റെ പക്വതയില്ലായ്മ കാരണം ഈ 10-17 ചോദ്യങ്ങൾ കഴിയുമ്പോൾ താങ്കളുടെ മേഖലയാണ് മെഡിക്കൽ സയൻസാണ്, ദ ഫസ്റ്റ് ഇൻ ഇന്ത്യ എന്ന് പറയാമോ എന്ന് ചോദിച്ചാൽ അതേ എന്ന് പറയുകയും വനിതയാണെന്ന് പറയുകയും ചെയ്താൽ പിന്നെ 3 ചോദ്യങ്ങൾ ഞാൻ ഇതൊന്നാണോ, ഇത് 2ആണോ, ഇത് 3ആണോ എന്നിങ്ങനെ ചോദിച്ച് കളഞ്ഞ് അവസാനം നിങ്ങൾ വിചാരിച്ചത് കാദംബരി ഗാംഗുലി അല്ലേ എന്ന് ചോദിച്ച് അല്ല എന്ന് പറയുമ്പോൾ സ്വയം തലയിലടിച്ച് മടങ്ങിപ്പോകുന്ന ഒരവസ്ഥ എത്തുമായിരുന്നു. ഒരുപക്ഷെ ഈ കാലത്തിൻ്റെ പഴക്കം ഉണ്ടാക്കിയ ഒരു പാകത കൊണ്ടാകാം ഒന്ന് റീകൺഫേം ചെയ്യാൻ വേണ്ടി അങ്ങനെ ഒരു ചോദ്യം ചോദിക്കേണ്ടി വന്നത്. താങ്കൾ വിചാരിച്ച വ്യക്തിയുടെ പേര് ഓർക്കുക എന്നുള്ളതാണ് ഇനി അടുത്ത കടമ്പ. പക്ഷേ ഈ പറഞ്ഞതുപോലെ ചരിത്രത്തിൽ ജീവിതം കൊണ്ട് ഒരുപാട്, കർമ്മം കൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ നേടിയ സ്ത്രീകളിൽ ചിലരുടെ, പുരുഷന്മാരുടെ അടക്കം ചില പേരുകളൊക്കെ നമ്മൾ മറന്നുപോകും. എന്നാൽ മറ്റു ചില പേരുകളുണ്ടല്ലോ, വിടരും എന്നുറപ്പിച്ച ചില സൂര്യകാന്തി പൂക്കൾ വിടരാൻ കഴിയുന്നതിന് മുൻപ് കൊഴിഞ്ഞുപോയ ചില സൂര്യകാന്തി പൂക്കളുടെ പേര്. കഴിഞ്ഞ ദിവസം ഒരാൾ വിചാരിച്ച സാക്ഷാൽ എഡ്മണ്ട് തോമസ് ക്ലിൻ്റ് എന്ന അത്ഭുത സിദ്ധിയുള്ള ചിത്രകാരനായ ബാലൻ്റെ പേര് പോലെ ഈ ലോകത്തിൻ്റെ ഏറ്റവും വലിയ അഭിമാനങ്ങളിൽ, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനങ്ങളിൽ ഒന്നാകുമായിരുന്നു. രാജ്യത്തിൻ്റെ പെൺമയുടെ ചരിത്രത്തിലെ ഇടം, ഏറ്റവും പ്രധാനപ്പെട്ട ഇടങ്ങളിൽ ഒന്നാകുമായിരുന്ന ഒരു വ്യക്തിയുടെ പേര് മറക്കുക എന്നതൊരു അപരാധമാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ലക്ഷദ്വീപുകാർ സന്തോഷിക്കണം. കാരണം നിങ്ങളുടെ പ്രതിനിധിയായി ഇവിടെ എത്തിയ പ്രിയപ്പെട്ട സെറീന മനസ്സിൽ വിചാരിച്ച പേര് ഞാനിപ്പോൾ ഉത്തരത്തിലേക്ക് എത്തി എന്ന് ഞാൻ കരുതുന്നത് കൊണ്ട് ആ ഉത്തരം ഞാൻ പറയുകയാണെങ്കിൽ അതിനർത്ഥം എൻ്റെയും സെറീനയുടെയും എന്നെ കേൾക്കുന്ന ദ്വീപ് നിവാസികളുടെയും മനസ്സ് ഒരു ബിന്ദുവിൽ ഒരുമിച്ച് ചേരുന്നു എന്നാണ്. മെഡിക്കൽ പഠനം വിജയകരമായി പൂർത്തിയാക്കിയതിന് ശേഷം ഔദ്യോഗികമായി പ്രാക്ടീസ് ആരംഭിക്കാൻ കഴിയാതെ 22 വയസ്സുണ്ടായിരുന്നു. അത്ര ഉണ്ടായിരുന്നു. 22 വയസ്സായപ്പോൾ മരിച്ചുപോയ ആ വനിത കാദംബിനി ഗാംഗുലിയോടൊപ്പം തന്നെ ദ ഫസ്റ്റ് ഇന്ത്യൻ മെഡിക്കൽ ഗ്രാജുവേറ്റ്, വിമൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് എന്ന നിർവചനത്തിന്, 2 വെസ്റ്റേൺ മെഡിസിൻ, 2 പേരും അത് തന്നെ, 2 പേരും അവിടെ വിദേശത്ത് തന്നെയാണ് പഠിച്ചത്, അമേരിക്കയിൽ. അതെ, 2 പേരും പഠിച്ചത് വെസ്റ്റേൺ മെഡിസിനാണ്, 2 പേരും പഠിച്ചത് ഒരുമിച്ചാണ്, 2 പേരും തിരികെ വന്ന് അവരുടെ ഔദ്യോഗിക ജീവിതം ആരംഭിക്കാൻ തുനിഞ്ഞതും ഒരേ കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് മാത്രം ഈ പറഞ്ഞ ആദ്യത്തെ പ്രാക്ടീഷണർ അല്ലെങ്കിൽ എന്ന് കുട്ടികൾക്ക് പഠിക്കാൻ കിട്ടാതെ പോയതാണ്. വിധിയുടെ കറുത്ത ജാലകത്തിലേക്ക് ആണ് മടങ്ങിപ്പോയത്. നമുക്കവർ തരുന്നത് ദുഃഖമാണ് എങ്കിലും, അവരുടെ ഓർമ്മകൾ ദുഃഖമാണെങ്കിലും പേര് പക്ഷേ നമുക്ക് തരുന്നത് ആനന്ദമാണ്. കാരണം അത് സാക്ഷാൽ ആനന്ദിഭായ് ജോഷിയാണ് എങ്കിൽ. ആണോ? ആനന്ദിഭായ് ഗോപാൽ ജോഷി ഇന്ത്യയിലെ ആദ്യ വനിതാ ഡോക്ടർ, പാശ്ചാത്യ വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യ ഇന്ത്യൻ വനിത. മഹാരാഷ്ട്രയിലെ താനെ ജില്ലയിലെ കല്യാണിൽ ജനിച്ച അവർ 9ാം വയസ്സിൽ തന്നെക്കാൾ 20 വയസ്സ് കൂടുതലുള്ള ഗോപാൽ റാവു ജോഷിയുടെ ഭാര്യയായി. 14ാം വയസ്സിൽ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകിയെങ്കിലും മതിയായ വൈദ്യസഹായം ലഭിക്കാത്തതിനാൽ ആ ആൺകുഞ്ഞ് 10 നാളുകൾക്കകം മരണപ്പെട്ടു. ഈ ദുരന്തം അവരെ വല്ലാതെ ഉലയ്ക്കുകയും ആനന്ദിയെ ഡോക്ടറാകാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. സ്ത്രീ വിദ്യാഭ്യാസത്തെ പിന്തുണച്ച ഗോപാൽ
ഗോപാൽ റാവു അവരെ പഠിപ്പിക്കുവാൻ ശ്രമിക്കുകയും കൽക്കട്ടയിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോയി വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. 1880 ഗോപാൽ റാവു അമേരിക്കൻ മിഷണറി റോയൽ വൈൽഡർക്ക് കത്തെഴുതി ആനന്ദിയുടെ വൈദ്യപഠന ആഗ്രഹം അറിയിച്ചു. ന്യൂജേഴ്സിയിലെ തിയോഡിസിയ കാർപെൻറ്റർ എന്ന സ്ത്രീ ഈ കത്ത് വായിച്ച് ആനന്ദിക്ക് അമേരിക്കയിൽ പഠിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്തു. 1883 ആരോഗ്യം ക്ഷയിച്ചിട്ടും ആനന്ദി ഒറ്റയ്ക്ക് അമേരിക്കയിലേക്ക് യാത്ര ചെയ്തു. ഫിലാഡൽഫിയയിലെ വിമൻസ് മെഡിക്കൽ കോളേജ് ഓഫ് പെൻസിൽവാനിയയിൽ ചേർന്ന് 1886 മാർച്ച് 11 തന്റെ 19ാം വയസ്സിൽ വൈദ്യശാസ്ത്ര ബിരുദം നേടി. ബ്രിട്ടീഷ് രാജ്ഞി ഉൾപ്പെടെയുള്ളവർ ആനന്ദിയുടെ നിശ്ചയദാർഢ്യത്തെ അഭിനന്ദിച്ച് സന്ദേശം അയച്ചിരുന്നു. അമേരിക്കയിലെ കാലാവസ്ഥയും ഭക്ഷണവും അവരുടെ ആരോഗ്യത്തെ ബാധിച്ചു. ക്ഷയരോഗം പിടിപെട്ട് 1886 ഇന്ത്യയിലേക്ക് മടങ്ങിയെങ്കിലും 1887 തന്റെ 22ാം വയസ്സിന് ഒരു മാസം മുൻപ് അവർ അന്തരിച്ചു. ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീക്കായൊരു ഫെലോഷിപ്പ് ആനന്ദിയുടെ സ്മരണാർത്ഥം മഹാരാഷ്ട്ര ഗവൺമെന്റ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആനന്ദിബായി ജോഷി, ഈ പറഞ്ഞ ചരിത്രം നിങ്ങൾ കേട്ടു. ആദ്യത്തേതൊന്ന് രേഖപ്പെടുത്താവുന്നൊരു പേരാണ്. ലക്ഷദ്വീപിൽ ഒരു ഡോക്ടറുണ്ട്, റഹ്മത്ത് ബീഗം, പത്മശ്രീ. എന്നെ വല്ലാതെ ഒന്ന് കുഴച്ചതാണ് അവർ. കാരണം മലയാളിയാണോ എന്ന ചോദ്യത്തിന് അതെ എന്നായിരുന്നു ഉത്തരം. മത്സരാർത്ഥി വിചാരിച്ച കണ്ടായിരുന്നു ഇല്ല ഞാൻ കണ്ടിട്ടില്ല. ഈ സീസണിലാണ്. ഓ ഞാനതപ്പോ ഡോക്ടറാണ് എന്ന് പറയുകയും ചെയ്തു. വനിതയാണ്, ഗൈനക്കോളജിയിലേക്ക് പോവുകയും ചെയ്തു. ഞാൻ കേരളത്തിലുള്ള സർവ്വ ഗൈനക്കോളജിസ്റ്റുകളും ഡോക്ടർ ലളിത മുതൽ ഡോക്ടർ ലളിത വരെയുള്ള എല്ലാ ഡോക്ടർമാരുടെയും പേരുകൾ ഓർക്കുകയും അതുമായി ബന്ധപ്പെട്ട് ചോദിക്കുകയും ചെയ്തു. പക്ഷേ ഒടുവിൽ ഉത്തരം പറഞ്ഞപ്പോഴാണ് ലക്ഷദ്വീപിലാണ് എന്നുള്ള ഉത്തരത്തിലേക്ക് എത്തുന്നത്. എന്നാൽ ഡോക്ടർ റഹ്മത്ത് മലയാളിയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ലല്ലോ. കേരളമാണോ എന്ന് ചോദിച്ചാലല്ലേ നോ പറയാൻ. ദ്വീപ് വാതിലുകൾ അടഞ്ഞുകിടക്കുന്ന വീടുകളില്ലാത്ത സ്ഥലമാണ്. ദ്വീപ് തസ്കരന്മാരുടെ എണ്ണം അധികമില്ലാത്ത സ്ഥലമാണ്. ദ്വീപ് തൊഴിലുകൾ താരതമ്യേന കുറഞ്ഞ നീതിപാലകരുള്ള സ്ഥലമാണ്. പിന്നെ ആർക്കാണ് സമാധാനത്തിൻ്റെയോ സൗഹൃദത്തിൻ്റെയോ സുഭദ്രമായ സാമൂഹ്യ അന്തരീക്ഷത്തിൻ്റെയോ ആ ദ്വീപിൽ അസ്വസ്ഥതയുടെ വിത്തുകൾ പാകാൻ ഇത്ര തിടുക്കം? ശുഭരാത്രി. അനീഷ പ്ലീസ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.